ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ് ജില്ല HS ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക പതാക പകുതി താഴ്ത്തിക്കെട്ടിയ അന്താരാഷ്ട്ര സംഘടന ഏത്? ആൻസർ ഐക്യരാഷ്ട്രസഭ, UNO. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, സമരപ്രഖ്യാപനത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസ് നേതാക്കളായ ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അബുൽ കലാം ആസാദ് എന്നിവരടക്കമുള്ള പ്രധാന നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇതോടെ പ്രക്ഷോഭം ലീഡർലെസ് മൂവ്മെൻ്റായി മാറുകയും ചെയ്തു. ഈ വിവരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് പ്രക്ഷോഭത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയതാര്? ആൻസർ അഖിൽ P. ധർമ്മജൻ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിൽ നടന്ന ഈ ഭീതിതമായ സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വാഗൺ ട്രാജഡി. ഇന്ത്യൻ ബഹിരാകാശ വിപ്ലവത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. ഇൻസാറ്റ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ രാജീവ് ഗാന്ധി. 2025 സെപ്റ്റംബർ 30 ആരംഭിക്കുന്ന ലോകകപ്പ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. രണ്ടാമത്തെ രാജ്യം ഏത്? ആൻസർ ശ്രീലങ്ക. 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ പോവർട്ടി ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പൊല്യൂഷൻ, ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ മലിനീകരണം എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഇന്ദിരാഗാന്ധി. 1986 നിലവിൽ വന്ന പരിസ്ഥിതി സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ദുരന്തം ഏതായിരുന്നു? ഭോപ്പാൽ വിഷവാതക ദുരന്തം. എന്നാണ് നടന്നത്? 1984. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയുടെ ചിത്രമാണിത്. ആരാണിവർ? ആൻസർ രാജകുമാരി അമൃത് ക്രൗ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ആൻസർ 6. ഗ്രാമീണ ആരോഗ്യ മേഖലയിലെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പദ്ധതി ആരംഭിച്ച വർഷം? ആൻസർ 2005. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് അവാർഡ് നേടിയ എഴുത്തുകാരി ആരായിരുന്നു? ബാനു മുസ്താഖ്, കന്നഡ എഴുത്തുകാരി. ലാമ്പ് എന്ന കൃതിക്കാണ് അല്ലേ. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജി ആയിരുന്നു. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ബദ്രുദ്ദീൻ ദയ്യാബ്ജിയാണ് നേതൃത്വം ഏറ്റെടുത്തത്. മൂന്നാമതായി ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ആൻസർ സരോജിനി നായിഡു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. 2025 മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? ഉള്ളൊഴുക്ക്. 1930 ജയിലിൽ വെച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ആൻ അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫി. ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏത്? 1915. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ സ്മാരക മന്ദിരം ഏതാണ്? ആൻസർ കൽക്കട്ട ജയിൽ. കുട്ടികളിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്താൻ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ വിമുക്തി മിഷൻ. ഒരു കവിതയാണ്. മാതൃഭൂമിയിൽ വെന്തുരുകും കണ്ടില്ലേ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാതെ, വീരവീര്യം പുലരാതെ മകനെ, ഇന്ത്യക്കായി മരിക്കുമോ നീ. ഇത് ആരുടെ വരികളാണ്? ആൻസർ വള്ളത്തോൾ. ഇനി ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് യുദ്ധത്തിനിടയിലാണ് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധിജി ഇന്ത്യ ആംബുലൻസ് ക്രോപ്സ് രൂപം നൽകിയത്? ആൻസർ ബുവർ യുദ്ധം. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ 5ാം പഞ്ചവത്സര പദ്ധതി. ആരുടെ മുദ്രാവാക്യമാണ്? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം ഏത്?
1955. ഇന്ത്യൻ ബഹിരാകാശ ദിനമായി ആചരിക്കുന്ന ദിനം ഏത്? ആൻസർ ആഗസ്റ്റ് 23. ആഗസ്റ്റ് 23 എന്തുകൊണ്ടാണ് ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അറിയാലോ അല്ലേ? നമ്മുടെ ചാന്ദ്രയാൻ 3 ഇറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏത് ലോക്സഭാ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ റായ്ബറേലി ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയവരൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനിയും നമ്മുടെ ചാനലിലൂടെ ചോദ്യങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്